വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. വേദിയിലിരിക്കുന്ന മഹാത്മാക്കളെ, ശ്രോതാക്കളായി എത്തിയിട്ടുള്ള സജ്ജനങ്ങളെ, ഗുരുപ്രേമികളെ, എല്ലാവർക്കും ഗുരുനാമത്തിൽ നമസ്കാരം. ഇന്ന് ഗുരുവിൻ്റെ അഷ്ടലക്ഷ്യങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഈശ്വരഭക്തി എന്ന വിഷയമാണ് സന്യാസിവര്യന്മാരാൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭക്തി എന്തെന്ന് പല രീതിയിൽ നമുക്ക് നിർവചിക്കാനായിട്ട് കഴിയും. ഭക്തിക്ക് സാധാരണക്കാരുടെ ഇടയിലും അന്വേഷകരുടെ ഇടയിലും ജ്ഞാനികളുടെ ഇടയിലൊക്കെ ഭക്തിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മൂല്യവും സാങ്കത്യവുമൊക്കെ ഉണ്ട്. സാധാരണക്കാരുടെ ഇടയിൽ ഭക്തി കൂടുതലും നിലനിൽക്കുന്നത് അനുഷ്ഠാനങ്ങളിലൂടെയാണ്. എന്നാൽ തത്വപരമായി ചിന്തിക്കുന്ന മനുഷ്യർക്കിടയിൽ ഭക്തി എന്ന് പറയുന്നത് ഗുരു തന്നെ ദർശനമാലയിൽ നിർവചിച്ചിട്ടുള്ളതുപോലെ ഭക്തിർ ആത്മാനുസന്ധാനം. ഭക്തി എന്ന് പറയുന്നത് ആത്മാനുസന്ധാനമാണ്. നിരന്തരം ഏതാണോ പരമമായിട്ടുള്ള സത്യം, ആ സത്യത്തെ നിരന്തരം അന്വേഷിക്കുന്നതും ആ സത്യത്തിലേക്കുള്ള യാത്രയാണ് ഭക്തിയായിട്ട് ഗുരു നിർവചിച്ചിട്ടുള്ളത്. എന്നാൽ ആ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് തീർച്ചയായിട്ടും ആന്തരികമായ ഒരു ശുദ്ധീകരണവും വികാസവും എക്സ്പാൻഷനും ഒക്കെ ഉണ്ടായി വരേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല തരത്തിലും ഉപാസനകളും ദേവതോപാസനകളും ക്ഷേത്രാരാധനകളൊക്കെ ചെയ്തുകൊണ്ട് ചിത്തശുദ്ധി അല്ലെങ്കിൽ അന്ധക്കരണ ശുദ്ധി വളർത്തിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് തത്വവിചാരം ചെയ്യാനുള്ള ഗുരു മൊഴിഞ്ഞു തന്നിട്ടുള്ള ആത്മോപദേശ ശതകത്തിലും ദർശനമാലയിലും അതുപോലെ അദ്വൈത ദീപികയിലും വേദാന്ത സൂത്രത്തിലും ബ്രഹ്മവിദ്യാപഞ്ചകത്തിലും അറിവിലും ഒക്കെ പറഞ്ഞു തരുന്ന ആ ഉയർന്ന പൊരുളിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിക്കും. അങ്ങനെ കഴിവ് വർദ്ധിക്കുമ്പോഴാണ് ഗുരു പറഞ്ഞ ആ ആത്മാനുസന്ധാനം എന്ന ഭക്തിയിലേക്ക് നമ്മൾ വരുന്നത്. ആ ഭക്തിയെ ഗുരു തന്നെ പരാഭക്തി എന്നാണ് വിളിക്കുന്നത്. പരമമായ ഭക്തിയാണ്. ആ പരമമായ ഭക്തിയിൽ ഭേദചിന്തകളിൽ നമുക്ക് മോചനമുണ്ടാകും. ഈശ്വരനും നാമും ഒന്നായ ഒരനുഭവം, ഈ പ്രപഞ്ചവും ഞാനും ഈശ്വരനും ഒന്നെന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ ആ അനുഭവം കൂടുതൽ കരുണയുള്ളവനും ആർദ്രതയുള്ളവനുമായ ഒരു മനുഷ്യനായിട്ട് നമ്മളെ മാറ്റും. ആ തലത്തിലാണ് ജീവിതം കുറച്ചുകൂടി നമുക്ക് മറ്റുള്ളവർക്ക് പ്രയോജനമായിട്ടും മറ്റുള്ളതെന്ന ഭാവമില്ലാതെ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായിട്ട് വരുന്നത്. അരീപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഗുരു എഴുതി വെച്ച ആ ചെറിയ സൂക്തത്തിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന ആ ശ്ലോകത്തിൽ ഗുരു മൊഴിഞ്ഞ ആ ഭേദരഹിതമായിട്ടുള്ള ചിന്ത, ഭേദരഹിതമായിട്ടുള്ള ബോധം, അത് ഭക്തിയുടെ പാരമ്യമാണ്. അത് അരീപ്പുറത്ത് പ്രതിഷ്ഠ നടന്നപ്പോൾ അവിടെ സംഭവിച്ചു എന്നല്ല, നമ്മളുടെയൊക്കെ ജീവിതത്തിലൂടെ ഈ ഭേദചിന്ത പരിപൂർണമായിട്ട് മാറിക്കിട്ടണം. അതിൽ ജാതിചിന്തയും മതഭേദചിന്തയും അത് രണ്ടും സമ്പൂർണമായിട്ട് തന്നെ പോകണം. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരു നമ്മളുടെ ഇടയിൽ ഏറെ സമയം ചെലവഴിച്ചത് മനുഷ്യരുടെ ഇടയിലെ ജാതിചിന്തയെ ഉന്മൂലനം ചെയ്യാനാണ്. ജാതിചിന്ത എന്ന് പറയുന്നത് ശ്രേണീബദ്ധമായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ചിന്തയാണ്. ആ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ചിന്തയിൽ നിന്ന് മനുഷ്യരെല്ലാവരും ഒന്നെന്ന ചിന്തയിലേക്ക്, ഒന്നെന്ന ആ പൂർണ്ണതാബോധത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന
അറിവിനാണ് ഗുരു പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ആ അറിവ് ഒരർത്ഥത്തിൽ ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ നമ്മളിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് ഏകാത്മകമാണ്, അത് ബഹുത്വത്തെ നിരാകരിക്കുന്നതാണ്. അപ്പോൾ ഭക്തിയുടെ പര എന്നും അപര എന്നുള്ള ഭേദത്തിൽ ഈ അപരഭക്തി ഉണ്ടല്ലോ, സാധാരണ ആളുകൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ പോവുക, പൂജകൾ ചെയ്യുക, ഗുരുവിനെ ആരാധിക്കുക, ഗുരുപുഷ്പാഞ്ജലി ചെയ്യുക, ഇതൊക്കെ പടവുകളായി ഈ പരാഭക്തിയിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഉയർന്ന നിലയിൽ നമ്മൾ എത്തപ്പെടുമ്പോഴാണ് ഒരർത്ഥത്തിൽ ഗുരു വിഭാവനം ചെയ്തിട്ടുള്ള മാനവരാശിയുടെ ഏകത അനുഭവപ്പെടുക. ഏകലോക ദർശനം എന്ന് നടരാജ ഗുരു പറയുന്നുണ്ടല്ലോ. ആ ഏകലോക ദർശനത്തിലേക്ക് ഒരു മാനവികതയെ മുഴുവനും ഒന്നിപ്പിക്കുന്ന ഒരു അറിവാണ് ഭക്തിയുടെ പാരമ്യം എന്ന് പറയുന്നത്. അത് ഗുരുഭക്തിയും ഈശ്വരഭക്തിയും രണ്ടായിട്ട് നമ്മൾ കരുതാൻ കഴിയില്ല. ഗുരുഭക്തി എന്ന് പറയുന്നത് വേറെയും ഈശ്വരഭക്തി എന്ന് പറയുന്നത് വേറെയും അല്ല. ഗുരു എന്ന് പറയുമ്പോൾ ആ ഗുരു ഈശ്വരനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഈശ്വരനെ സ്വഹൃദയത്തിൽ അനുഭവിച്ച് ഈശ്വര സ്വരൂപിയായിട്ടിരിക്കുന്ന ഗുരു ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരഭക്തി ഗുരുഭക്തി തന്നെയാണ്. അപ്പോൾ ഗുരുവിലേക്ക് നമ്മൾ സമ്പൂർണമായി നമ്മൾ സമർപ്പിക്കുമ്പോൾ ഞാൻ എന്ന ഭാവം സമ്പൂർണമായിട്ട് നിരാകരിക്കപ്പെടുകയും ഗുരു നമ്മളിൽ പ്രകാശിക്കുകയും ചെയ്യുന്നു. ഗുരു പ്രകാശിക്കുമ്പോഴാണല്ലോ നമുക്ക് ആനന്ദമുണ്ടാകുന്നത്, സുഖമുണ്ടാകുന്നത്, ആത്മവികാസമുണ്ടാകുന്നത്. ആത്മസങ്കോചമുണ്ടാകുന്നത് വിഭക്തിയാണ്, ഭക്തിയല്ല. യഥാത്മവിദ്യാ സങ്കോച തദവിദ്യാ ഭയങ്കരം. എപ്പോഴാണ് ആത്മവിദ്യ സങ്കോചിക്കുന്നത്? അപ്പോൾ അവിദ്യ ഭയങ്കരമായിട്ട് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവിദ്യയാണ് നമ്മൾക്ക് ഭയമുണ്ടാക്കുന്നത്. അവിദ്യയാണ് നമ്മളെ ഗുരുവിൽ നിന്ന് അകറ്റുന്നത്, ഈശ്വരനിൽ നിന്ന് അകറ്റുന്നത്, ആത്മാവിൽ നിന്ന് അകറ്റുന്നത്. അത്തരത്തിൽ ഭക്തിക്ക് ഏകതാനമായ ഒരു ഉയർച്ച നമ്മളിൽ കൊണ്ടുവന്ന് നമുക്ക് ഗുരുവിൻ്റെ തത്വത്തെ സാക്ഷാത്കരിക്കാനും ഈശ്വര തത്വത്തെ സാക്ഷാത്കരിക്കാനും ഏകതയുടെ ഒരു ജീവിത ക്രമത്തിലേക്ക് നമുക്ക് വളരുവാനും കഴിയണം. അതാണ് ഭക്തി ദർശനത്തിലൂടെ, ഈശ്വര ഭക്തിയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം നമുക്ക് ഈശ്വരഭക്തിയെക്കുറിച്ച് വിശദമായിട്ട് പറയുകയല്ല. എപ്പോഴാണ് ഒരു മനുഷ്യന് അപരൻ്റെ ദുഃഖവും വിഷമവും അറിയുവാൻ കഴിയുന്നത്? അപ്പോഴാണ് നമുക്ക് ഭക്തിയിലേക്ക് വളർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഗുരുവിൻ്റെ ഭാഷയിൽ അതാണ്. അപരപ്രിയം അറിയാനായിട്ട് നമുക്ക് കഴിയണം. സാധാരണഗതിയിൽ നമ്മളുടെ ജീവിതത്തിൽ സ്വന്തം പ്രിയങ്ങളിൽ മാത്രമാണ്